ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്നിതാ ഒരു ചെറിയൊരു ഫ്രോക്കായിട്ടാണ് എത്തിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഈ തയ്യലിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസും അതുപോലെ ടിപ്സ്, ട്രിക്സ് എന്നിവയൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേരം നല്ല നല്ല ടിപ്സെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ തുണി മടക്കുന്ന രീതിയാണ്. ഒരു നീളത്തിലുള്ളൊരു തുണി നേരെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുണി ഫുള്ളായിട്ട് ഈ ക്യാമറയിൽ പതിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാനിതാ ആദ്യം മടക്കുന്നൊന്ന് കാണിച്ചു നിന്നുള്ളൂ. ഇതിൻ്റെ പാറ്റേണൊക്കെ ഈ ഡ്രസ്സ് ഏത് രീതിയിലാണ് വരുന്നത് അതിൻ്റെ പാറ്റേണൊക്കെ വരച്ച് വെച്ചിട്ട് അളവും കാര്യങ്ങളും, യോക്ക് പോർഷൻ എത്ര വേണം, സ്കേർട്ട് പോർഷൻ എത്ര വേണം, അതെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്ത് 27 വരുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൽ 6 ഇഞ്ച് വരുന്നുണ്ട്. യോക്ക് പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ വെക്കുന്ന വശം 6 ഇഞ്ച്. അപ്പോൾ 27 6 കുറച്ച് ഇനി 21 ഇഞ്ചാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് വേണ്ടത്. അപ്പോൾ 21 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 22.5 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഈ ഒരു സ്കേർട്ടിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 28 വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 14 പ്ലസ് 9 ഇഞ്ച് എക്സ്ട്രാ ഞാൻ കൂട്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീതി ഇഷ്ടമനുസരണം ചേർക്കാം. പക്ഷേങ്കിൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഏകദേശം പകുതിയെങ്കിലും കൂടുതൽ വേണേ. എന്താ വെച്ചാൽ നമുക്ക് നടക്കേണ്ട കുട്ടികൾക്ക്, അപ്പോൾ നടക്കേണ്ട ഈ ഒരു വീതി കൊടുക്കണം. അങ്ങനെ എത്രയാണ് ടോട്ടലി 23 ഇഞ്ച് വീതിയിലും ലെങ്ത്ത് എത്രയാണ് 22.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടതെന്ന് വെച്ചാൽ ഇതൊരു 6 വയസ്സ് ഒരു 6-7 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്കുള്ള ചെറിയൊരു ടോപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രായം പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഈ അളവെല്ലാം പറഞ്ഞന്ന് പിന്നെ പ്രായം പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് എത്ര വയസ്സുള്ള കുട്ടിയാണെന്നുള്ള ഫുൾ കമൻറ്റിൽ അതല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിനടുത്ത് നമുക്ക് യോക്ക് പാർട്ടില്ല, അത് മാർക്ക് ചെയ്യാം കേട്ടോ. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷോൾഡർ ഞാനിവിടെ 12 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ വരുന്നത്. അതിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 6 ഇഞ്ച് ആം റൗണ്ടും അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇതിനടുത്ത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് ഒരു 7 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ഇഞ്ചല്ലേ വരുന്നത്. അതിൻ്റെ 4 വശമാണ് 7 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇതിനടുത്ത് നോക്കിയത് നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ആം റൗണ്ടിൻ്റെ അവിടെ ഒരു 7 ഇഞ്ചല്ലേ വരുന്നത്. അവിടെ ചെറിയൊരു കേവ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തത് കേട്ടോ. ഇതിനടുത്ത് നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഇതാ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കേവാക്കി കൊടുക്കുന്നുണ്ട്. സ്ക്വയറിലെടുത്തുനിന്ന് കേവാക്കി കൊടുക്കുന്നുണ്ട്. നെക്ക് നോക്കി 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ലെങ്ത്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റൗണ്ടാക്കി എടുക്കാം. അതുപോലെ ഷോൾഡറിന് ഒരു 4 ഇഞ്ച് സ്ലോപ്പും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിയതാ ആ ഒരു 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേവാക്കി കൊടുക്കുന്നുണ്ട്. നോക്കിയേ തയ്യൽ തുമ്പടക്കം ഇങ്ങനെ ഒന്ന് കേവാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പീസാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് നമ്മളിതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിന് ചെറിയൊരളവിലൊരു മാറ്റം വരും. നെക്കിലും പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നില്ലേ, അവിടെ ഒരു 2 ഇഞ്ച് കൂടുതൽ വരും. അതുമാത്രം ഒരു മാറ്റം വരും. ബാക്കി അളവിൽ ഈ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് മാത്രം നോക്കുക. നിങ്ങളുടെ മക്കളുടെ അളവ് ഏതാണോ ആ ഒരു അളവിൽ ചെയ്തെടുക്കുക. പിന്നെ മക്കൾക്കൊന്നും അധികം സ്കിൻ ഫിറ്റ് ആയിട്ടൊന്നും ഇട്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 6 വയസ്സുള്ള കുട്ടികളെല്ലാം ഈ സെയിം അളവ് തന്നെയായിരിക്കും കേട്ടോ വരാൻ. ഇത് കുറച്ച് ലൂസിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നോക്കിയതാ ഫ്രണ്ട് പാർട്ട് ഞാനെടുത്ത് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് കറക്റ്റ് തുണി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് കണക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 ഇഞ്ച് ഫ്രണ്ടിൽ കൂടുതൽ വേണ്ടേ, ഓപ്പൺ ഞാൻ പറഞ്ഞില്ല ബട്ടൺ വെക്കുന്നുണ്ട്, അതിനൊരു ഓപ്പൺ വേണം. അതുകൊണ്ട് 2 ഇഞ്ചും കൂടി കണക്കാക്കി എടുത്തതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയർ ആക്കിയിട്ട് ആദ്യം എടുത്ത് കട്ട് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് എടുത്തത്. എന്നിട്ട് 2 ഇഞ്ച് മുമ്പിൽ വരുന്ന ആ വശം ഉള്ളോട്ടേക്ക് മടക്കി വെക്കുക കേട്ടോ. കറക്റ്റ് 2 ഇഞ്ച് നമ്മൾ ആദ്യം അളന്ന് നോക്കുക. എന്നിട്ട് മുന്നോട്ടേക്ക് മടക്കി വെച്ചതിന് ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചതിന് ശേഷം ഈ സെയിം അളവിൽ ഇപ്പോൾ ആം ഹോളിൽ ഇപ്പോൾ തുണി 2 സെയിം ആയതുകൊണ്ട് ഡോട്ടും ഉള്ളത് കൊണ്ട് തിരിയുന്നില്ല. അത് നോക്കി ഞാൻ വരയുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ആം ഹോളും അതുപോലെ ചെറിയ ഷോൾഡർ സ്ലോപ്പ് ചെയ്യണ്ടേ അതും കൂടിയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നോക്കിയേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്ക് 2 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചില്ല, അത് നിവർത്തിയതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ വരൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിനൊക്കെ എപ്പോഴും കുറച്ചൊന്ന് കുഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. പിന്നെ ഇത് ബോട്ടിനൊക്കെ എല്ലാം നേരം ഫ്രണ്ടും ബാക്കും ഒരുപോലെ വരും കേട്ടോ. എന്നിട്ട് നോക്കിയതാ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടില്ല, അതടക്കം ഞാൻ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു നോച്ച് കൊടുക്കുക 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന്. ജസ്റ്റ് നമുക്ക് മടക്കി അടിക്കുന്നതിന് പെട്ടെന്ന് ആ ഒരു അളവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നോക്കിയതാ ഇങ്ങനെയാണ് ഫ്രണ്ട് വരിക. ഇതിനടുത്ത് സ്ലീവാണ് വേണ്ടത്. സ്ലീവ് നോക്കിയേ
ഒരു തുണിനെ 4 ആക്കിയിട്ട് മടക്കി വെച്ചതിന് ശേഷം വീതി ഏകദേശം ഒരു 7 ഇഞ്ച് വീതി ഉണ്ടെന്ന് നോക്കാം. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി നമുക്ക് കിട്ടുമോ നോക്കാം കേട്ടോ. ഇതൊരു 3/4 സ്ലീവാണ് ചെയ്യുന്നത്. നോക്കി ഇതാ വീതി ഒരു 7 ഇഞ്ച് വരുന്നുണ്ട്. ഇത് സ്ലീവിൻ്റെ നമ്മളെ സ്ലീവ് റൗണ്ടാണ് തട്ട് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 13 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് കൂടുതൽ 14 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നോക്കിയതാ ചെരിച്ചതാ ഇങ്ങനെയൊന്നും വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ഷേപ്പാക്കണ്ടേ, അതിൻ്റെ മദ്യം കണ്ടതിന് ശേഷം ഇതാ ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് ഇതാക്കിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ഞാനൊന്ന് എലാസ്റ്റിക്കാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്തത്. എന്നിട്ട് നോക്കിയതാ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നോച്ചും കൊടുക്കുക. ഇനിയിപ്പോൾ നോക്കിയതാ നമ്മുടെ ഫ്രണ്ട് പീസില്ല അതിൻ്റെ ഉള്ളിലോട്ട് മോശവശത്തേക്ക് ഇതിങ്ങനെ ഓരോ ഇഞ്ച് മടക്കി കൊടുക്കുക കേട്ടോ. നോക്കിയേ, 1 ഇഞ്ച് ആദ്യം മടക്കി എന്നിട്ട് മാറ്റി 1 ഇഞ്ച് മടക്കുക. അങ്ങനെ 2 വശവും അപ്പുറം ഇപ്പുറം നമുക്ക് മോശവശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്ലീവ് റൗണ്ടില്ലേ, അപ്പോൾ ഇതാ സ്ലീവിൻ്റെ അങ്ങനെ തന്നെ മോശവശത്തേക്ക് 1/2 ഇഞ്ച് ഇത് ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലൂടെ എലാസ്റ്റിക് കടത്തി വിടേണ്ടതല്ലേ. അതെന്നിട്ട് ഇതാ നോക്കിയേ, ഈ ഒരു ഫ്രണ്ട് പോർഷനും അതുപോലെ സ്ലീവിൻ്റെ റൗണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, നല്ല സ്റ്റിച്ച് ചെയ്ത് വെച്ച്. ഇനി നമുക്ക് ഷോൾഡറാണ് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം ഇത് മോശവശമാണ് പുറമേ കാണുന്നത്. എന്നിട്ട് ഷോൾഡർ രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഷോൾഡർ രണ്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇനി സ്കേർട്ട് പാർട്ട് യോജിപ്പിക്കുകയാണ് വേണ്ട. ആദ്യം ഒന്ന് ലൂസ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ലൂസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചുരുക്കി കൊടുക്കാം. പിന്നെ ഇതാ ക്രോസ് പീസിനെ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ യോജിപ്പിക്കേണ്ടതെല്ലാം ഞാൻ ഒരു വീഡിയോ ഇതിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു വീഡിയോ കാണുക. അറിയില്ലെങ്കിലാണ് ഇതാ ലൂസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് ഒരു നൂലും ജസ്റ്റ് ഒന്ന് അധികം ഫാസ്റ്റിൽ വലിച്ചാൽ പൊട്ടിപ്പോയി. ചെറുങ്ങനെ ഒന്ന് വലിച്ചിട്ട് ആ ഒരു ടോപ്പ് പോർഷൻ്റെ ഈ യോക്ക് പോർഷനിൽ അതിൻ്റെ കറക്റ്റ് അളവാക്കി മാറ്റുക. അപ്പോൾ ഈ ചുരുക്കെല്ലാം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ചിലടത്ത് ഇങ്ങനെ വലിക്കുന്ന നേരം ഓരോരിടത്ത് കൂടുതലും കുറവുമല്ല ഇപ്പോൾ, അതുകൊണ്ട് ഒരേ ലെവലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ടോപ്പ് പോർഷൻ്റെ നല്ല വശമില്ലേ, അപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് ആദ്യം ഞാനിങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നല്ല വശം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം മോശവശത്തായിരിക്കണേ വേണ്ട. അത് എങ്ങനെയായാലും അറിയില്ല, സ്കേർട്ടിൻ്റെ മുകളിൽ ടോപ്പ് വെച്ചാലും ടോപ്പിൻ്റെ മുകളിൽ സ്കേർട്ട് വെച്ചാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി അടുത്ത ക്രോസ് പീസാണ് നമുക്ക് നെക്കിന് വെച്ച് കൊടുക്കണം. അതിൽ മുന്നേ നമുക്ക് സ്ലീവ് യോജിപ്പിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ സ്ലീവിൻ്റെ മദ്യം കാണും. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് കാണുന്നില്ല, അതാണ് ഈ ടോപ്പിൻ്റെ മദ്യം. അപ്പോൾ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഈ സ്ലീവിൻ്റെ മധ്യഭാഗം വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഒരു വശം സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് മാറ്റി മറ്റേ വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ടില്ലല്ലോ, 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇട്ടത്. അപ്പോൾ സ്ലീവ് റൗണ്ട് എന്ന് വെച്ചാൽ 8 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും ചേർത്തിട്ട് 9 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിട്ട് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ തറ്റ വെച്ചിട്ട് 2 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. എന്താ വെച്ചാൽ എലാസ്റ്റിക് അങ്ങ് ഊരിപ്പോയില്ലേ, അതുകൊണ്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 2 വശവും. അങ്ങനെ ഏകദേശം ഈ ഒരു ടോപ്പിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇതിനടുത്ത് നെക്കും അതുപോലെ താഴെയും മടക്കി അടിക്കുക വേണ്ടേ. അപ്പോൾ നെക്കിന് ഞാനിവിടെ ക്രോസ് പീസ് ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നെക്കിൻ്റെ മോശവശത്തേക്ക് ഈ ക്രോസ് പീസ് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് നമുക്ക് മടക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് വിടുന്നത്. എന്നിട്ട് മോശവശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കിയേ ഒരു ചെറിയ കട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ടില്ല, അത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് 2 മടക്ക് മടക്കുക. എന്നിട്ട് പുറമേ കാണുന്ന രീതിയിൽ, പുറമേ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ ബയാസ് വെക്കുന്ന ചെറിയ മക്കളെല്ലാം ഡ്രസ്സിൽ ബയാസ് വെക്കുന്നില്ലേ, അതുപോലെ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ബട്ടണും വെക്കുക. പിന്നെ ഷോന് കിട്ടുന്ന ഇതെല്ലാം ഉണ്ടാവില്ലേ ബട്ടൺ ഇല്ല, ഞാനിവിടെ ഹൂക്കാണ് ഇതിന് വെക്കുന്നത്. ഹൂക്കും വെക്കുന്നുണ്ട്, ഷോ ബട്ടണും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൻ്റെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.